ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. രാവിലെ നീട്ട് തട്ടോ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞു. ശ്രീലക്ഷ്മിനെ കുറേ നേരമായി വിളിക്കുന്നു, നീട്ടിട്ടില്ല. ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, പരി കഴുകിയിടാൻ പോവുകയാണ്. കഴുകിയിട്ടിട്ട് കുളിക്കാൻ പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ശ്വാസം മുട്ട് കുറച്ചൊന്ന് കുറഞ്ഞു കേട്ടോ. ഇനി ഇപ്പോഴല്ല പ്രശ്നം, ഇനി രാത്രി ആകുമ്പോഴാണ് പ്രശ്നം. പൊടി കയറിയ എന്താ ചെയ്യുക, ഓരോരോ കഷ്ടകാലങ്ങൾ. എന്തായാലും ഇപ്പോൾ അതും പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പറ്റൂലല്ലോ. നമുക്കൊക്കെ ജീവിക്കണമെങ്കിൽ നമ്മൾ പണിക്ക് പോകണ്ടേ. അങ്ങനെയൊക്കെ. അമ്മയ്ക്കാണെങ്കിൽ അമ്മയ്ക്ക് ചെവിയിൽ വെള്ളം കയറിയിട്ട് അമ്മയ്ക്ക് വയ്യാന്ന് അറിയുന്നത് കേട്ടോ. അമ്മേൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി വെക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഒന്നാമത് വയ്യ. ഈ അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഒന്നിനും ഈ ശ്വാസം മുട്ടുണ്ട് എനിക്ക്. അങ്ങനെങ്കിൽ കുറേ പൊടി പുക അങ്ങനത്തെ ഒരു സാധനം പറ്റൂല. കുറേ ആയിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് മുമ്പൊക്കെ അതുപോലെ ശ്വാസം മുട്ടുണ്ടായിട്ട് ഇഞ്ചക്ഷൻ വെച്ച് നിർത്തിയതാണ്. അതുപോലെ ജീവൻ പോയി തിരിച്ചു വന്നതാണ് ഞാൻ. അപ്പം അത് വീണ്ടും തുടങ്ങി. അപ്പോൾ അത് കാരണം ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് 2 ആഴ്ചയായി പോയിട്ട്. ഇന്നലെ പോകണമെന്ന് കരുതിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ നേരെ തീരെ വയ്യ. കാണുന്ന തന്നെ ഉള്ളൂ, വയ്യ, ശരീരം കൊണ്ട് വയ്യ. പിന്നെ എന്താ പറയുക, അരി കഴുകിയിട്ടിട്ട് വാങ്ങി കുളിക്കാൻ പോവാം. തിരിച്ച് വരുമ്പോഴേക്ക് വേവും. പെട്ടെന്ന് റേഷൻ അരിയാണ്. കുട്ടിയെ, ഓയ് ഗുഡ് മോർണിംഗ് പറയൂ. എന്ത് ഗുഡ് മോർണിംഗ്, എന്തൊരു ഉഷാറില്ലാത്ത ഇങ്ങോട്ട് നോക്കി പറയും. ഇങ്ങോട്ട് നോക്ക്, ഏമറ തിരിച്ചേനോ. ഗുഡ് മോർണിംഗ് ഒന്നും പറയില്ല. പിന്നെ വേറെ എന്താ, നേരെ അതങ്ങനെ വെളുത്ത് വരാന്ന് വെളുത്ത് വന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വയ്യാന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം. ഇടയ്ക്ക് നല്ല വേദന, കഫത്തിൻ്റെ കേട് നല്ല ഉണ്ട് തോന്നുന്നുണ്ട്. കഫക്കെട്ട് പറയുമ്പോൾ മസാല അങ്ങനത്തെ ഒന്നും ഒരു കാര്യങ്ങൾ തിന്നില്ല. കഞ്ഞിയും ചോറും വരെ നേർക്ക് ഞാൻ കഴിക്കൽ കുറവായി. ഈ കഫത്തിൻ്റെ കേട് നല്ലോണ്ട്. ഒന്നാമത് അതാണ്. എനിക്ക് പങ്കജ കസ്തൂരിയിൽ ഇങ്ങനെ പോവുക കേട്ടോ. അതും കൂടി ഇല്ലെങ്കിൽ ജീവനൊക്കെ എപ്പോഴോ പോയി. രാവിലെ ഇങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവരും കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ വീഡിയോ തുടങ്ങാൻ തന്നെ കാരണം, ഞങ്ങൾ കുടുംബ വീടാണിത്. ഇപ്പോൾ ഇത് പൊളിഞ്ഞ് ചാടാനായിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ 2 മാസം കൂടിയും കഴിഞ്ഞാൽ മഴയില്ലേ. ഒരു മഴയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. 2 സൈഡ് പൊളിഞ്ഞ് താഴേക്ക് വീഴാനായതാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട് ഒന്ന് പൊളിച്ച് മേയണം. അപ്പം നമുക്ക് എന്താ പറയുക, വീഡിയോ ഒക്കെ ചെയ്ത് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്ന കാശുണ്ടല്ലോ, അതിനൊരു പ്രത്യേക ഇതാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം നേടാം അങ്ങനെ വിചാരിച്ചിരിക്കുക. അപ്പോൾ ഒന്നാമത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ആരെടുത്തൊരു ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ അങ്ങനെയൊക്കെ, അതുകൊണ്ടാട്ടോ ഉള്ള സമയത്ത് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ വീടൊന്ന് പുതുക്കി പണിയണം എന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, അതിനൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ ഈ ഒരു ശ്വാസം മുട്ട് വന്നേരാണ് ഏറ്റവും വലിയ പേടി. ഒരിക്കൽ നിർത്തിയതാണ്. അപ്പോൾ വീട് വലിയൊരു വീടാണ്, അപ്പോൾ തറവാട് വീടാണ്. അപ്പോൾ അത് പൊളിച്ച് മേഞ്ഞിട്ടില്ല. അമ്മേനെ ഇടയ്ക്ക് കൊണ്ടുവരികയാണെങ്കിലും നമ്മളെ പോലെ ഓടാൻ കഴിയില്ലല്ലോ പൊളിഞ്ഞ് ചാടിയാൽ. കുറേ ആയി ഞാൻ നോക്കണം, എന്നെ കൊണ്ട് കഴിയാത്തൊരു ഘട്ടം വന്നപ്പോൾ ഏതായാലും യൂട്യൂബിലെ വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീടൊന്ന് പൊളിച്ച് മേയുക. വീടിൻ്റെ അവസ്ഥകൾ ഞാൻ ഒരിക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ എല്ലാ ടെൻഷനും കൂടി ആയിട്ട് അങ്ങനത്തെ ഓരോരോ എന്താ പറയുക, ആദ്യം അസുഖമല്ല, അതൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിക്കുക. പക്ഷേ മഴ എണ്ണേൻ്റെ
മുന്നേ പൊളിച്ച് മേയും വേണം.